കരയാതിരിക്കും. അയ്യോ എന്റെ മോളെ, എനിക്ക് വയറ് വേദനിച്ചിട്ട് വയ്യേ. എടി ദഹനക്കേടാ, ഇഞ്ചി വേണ ചേച്ചി വായോട്ട് ഒഴിച്ച് കൊടുക്ക്. ഇഞ്ചി വേണോ? ഇഞ്ചി വേണ്ട, എനിക്ക് സാധാരണ വരാനുള്ളതാ. അയ്യോ അയ്യോ, നിങ്ങളത് പോയി ഡോക്ടറെ വിളിച്ചിട്ട് വരികേ. ഒരു ഡോക്ടർ ആവശ്യമില്ലെന്ന്. ഇത് കണ്ടില്ലേ, വേഗം വിളിച്ചോണ്ട് വാ. അയ്യോ എന്റെ മോളെ, എന്റെ മോളെ. ഡോക്ടർ വന്നാ അയ്യോ അയ്യോ അയ്യോ, എന്താ ഡോക്ടർ? അമ്മയാണോ? അമ്മയല്ല, കുഞ്ഞമ്മയാ. വേലക്കാരിയാ, പേരാ കുഞ്ഞമ്മ. ഒറ്റ നോട്ടത്തിലൊന്നും കാണുന്നില്ല. എനിക്കും ആദ്യം അങ്ങനെ തന്നെ തോന്നി. ആ, ഇപ്പോഴത്തെ കാലമല്ലേ, എന്തും എന്തിന്റെ ലക്ഷണങ്ങളാകാം. ഏതായാലും മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി സ്പെഷ്യലിസ്റ്റിനെ ഒന്ന് കാണിക്കൂ. ആ, ഞാനൊരു എഴുത്ത് തരാം. ഓ, നിനക്ക് എങ്ങനെയാടി ഇങ്ങനെ പോത്തു പോലെയാണ് ഉറങ്ങാൻ പറ്റുന്നത്? ആ കുഞ്ഞമ്മയുടെ കാര്യം ആലോചിച്ചിട്ട് ഒരു സമാധാനമില്ല. കുഞ്ഞമ്മയ്ക്ക് ഇപ്പൊ കുറവുണ്ടല്ലോ. ആരുടെ അസുഖത്തെ പറ്റി അല്ലെന്ന്. അവരെ ഇവിടെ എങ്ങനെ ഒന്ന് പറഞ്ഞയക്കാതെ മനസ്സിന് ഒരു സമാധാനമില്ല. സുഖമില്ലാതിരിക്കുമ്പോ നമ്മൾ എങ്ങനെയാ പറഞ്ഞയക്കുക? എന്റെ പൊന്ന് ഈരെ, അവർക്ക് ഒരസുഖവും ഇല്ല. ഒക്കെ തന്നെത്താൻ തീരുമാനിച്ചാ മതി. തീരുമാനിച്ച കാര്യമായി പറയുന്നത്. നല്ല തടിമുടുക്കുള്ള ആമ്പളുണ്ട് അവർക്ക്. കൊണ്ടുപോട്ടെ മെഡിക്കൽ കോളേജിലോ എവിടെങ്കിലും. ഈ മാസത്തെ ചെലവ് എത്രയാണെന്നറിയോ? പലചരക്കടയിലെ വലിയൊരിട്ട് എന്റെ പ്രാണം പോയി. ഓ, ലോകത്തെവിടെ യുദ്ധം ഉണ്ടായാലും വിലക്കയറ്റം ഉണ്ടാകുന്ന ഈ നാട്ടിലാണ് എന്റെ ഈശ്വര. പാല്, വിറക്, മോര്, മണ്ണെണ്ണ, കുഞ്ഞമ്മ. 1200 രൂപയായി ഇതിനകം. ഇനിയും കിടക്കുന്ന മാസം തീരാൻ ബാക്കി. നേരത്തെ വീട്ടു ചെലവിന് മാസം തോറും നമ്മള് 1000 രൂപയല്ലേ കൊടുത്തോണ്ടിരുന്നത്? ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞ ഞാൻ എവിടെ പോവാനാ? ഇന്ത്യൻ ബാങ്കിൽ സുഖമായിട്ട് ജീവിച്ചോണ്ടിരുന്ന എന്നെ വിളിച്ചു വെച്ച് തെരുവിൽ ഇറക്കാന്ന് വെച്ചാ ഇത് എവിടെ തന്നെയാ? ഓ, ആ സദാശിവമ്പള്ള സാറിന് പണ്ടേ എന്നോട് വിരോധം. പക്ഷെ ഈ കുലച്ചത് നീ വിചാരിച്ചിടി. നിങ്ങൾ ഇറങ്ങി വന്ന് അന്വേഷിക്കണ്ടേ കുഞ്ഞമ്മേ? നിങ്ങളെപ്പോലുള്ളവർക്ക് നല്ല ഡിമാൻഡുള്ള സമയമായിപ്പോ. ഞാനൊരു കാര്യം പറയട്ടെ. സാറ് ബാങ്കിൽ ഒരു ക്ലർക്കല്ലേ? അതിപ്പോ നാളെ മാനേജർ ആയിരിക്കും. ഏത് ബാങ്കിലാ ഒരു മാസത്തെ നോട്ടീസ് ഇല്ലാതെ ആളെ പിരിച്ചുവിടുന്നത്? ബാങ്ക് പോലാണോ വീട്? എനിക്ക് ബാങ്ക് പോലെ എന്റെ വീട്. ഇതെന്തൊരു കഥയാ? ഇനി ഒരു ജോലി തേടി പിടിക്കണ 2 മാസാവും. അത് വരെയുള്ള കാശും കിട്ടും. ചെയ്യാത്ത ജോലിക്ക് കാശോ? ഒന്ന് കേറിയ കാലം മുതൽ പെഴ്സിന്ന് കാശ് പോകുന്ന അറിയുന്നില്ല. അതെ, ഈ നഷ്ടം കൂടെ സഹിക്കുന്ന ബുദ്ധി. എന്നാലും ഒരെന്നാലും ഇല്ല, അല്ലെങ്കിൽ പ്രശ്നം കൂടും. ഒരു കാലത്ത് സാറിന് ഞാൻ മറക്കില്ല. കാശുണ്ടെങ്കിൽ എത്ര അമ്മമാരെ കിട്ടുമെന്നാ പറഞ്ഞത്?
എടുത്തോ എടുത്തോ എടുത്തോ. അമ്മേ, ഞാൻ ഇനി നാടകത്തിന് പോകുന്നില്ല. നാരായണൻകുട്ടി മേനോന്റെ റേഷൻ കടയിൽ കാർഡ് പതിപ്പിക്കാൻ ഒരാൾ വേണമെന്ന് പറഞ്ഞിരുന്നു. ശമ്പളം കുറച്ചേ ഉണ്ടാവും, എന്നാലും സ്ഥിരമായിട്ടൊരു വരുമാനമാവുമല്ലോ. മാത്രമല്ല, കുറച്ചു കാലം കഴിഞ്ഞാൽ അതിന്റെ നടത്തിപ്പ് നമുക്ക് കിട്ടുമോ നോക്കാം. നാടകം നിർത്തുമെന്ന് പറയുമ്പോ നിനക്ക് അതൊന്നും സാരമില്ലമ്മേ. അച്ഛനെ സഹായിക്കാൻ ഞാൻ ആലോചിച്ചിട്ട് വേറെ മാർഗമൊന്നും കാണുന്നില്ല. നമസ്കാരം. നമസ്കാരം. നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടിട്ടില്ല. എന്റെ പേര് എൻ ഗണേഷ്, ആ. നാടകകൃത്താണ്, പിന്നെ കൽപ്പന തിയേറ്റേഴ്സിന്റെ സെക്രട്ടറിയുമാണ്. ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുമുണ്ട്. ഞാനിവിടെ വന്നത് അടുത്ത കൊല്ലം പ്രേമൻ ഞങ്ങളുടെ ട്രൂപ്പിൽ സഹകരിക്കണമെന്ന് പറയാനാണ്. പ്രേമന് ചെയ്യാൻ പറ്റിയ നല്ലൊരു വേഷമുണ്ട്. ഞാനിപ്പോ നാടകത്തിനൊന്നും പോകണ്ടെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ആശാനെ, ഇങ്ങനൊരു അവസരം പിന്നെ കിട്ടില്ല. ഞങ്ങളുടെ ബാനർ വാല്യൂ അറിയാമല്ലോ. നമ്മുടെ ടീക്കയാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഞാനത് ആശാനെ, കാശിന്റെ കാര്യത്തിൽ പേടിക്കണ്ട. ഇതാ 5000 രൂപയുണ്ട് അഡ്വാൻസ്. ഓരോ നാടകത്തിനും 25 വെച്ച് പിടിക്കും. ബാങ്ക് ഉദ്യോഗസ്ഥന്റെ കണ്ണില് നാടകക്കാരൻ വെറും 7-ാം കൂലിയാ. 5000 രൂപയുണ്ട്, ഇതങ്ങോട്ട് കൊടുത്തേക്കച്ച. സംശയിക്കണ്ട, കട്ടതും പിടിച്ചു പറിച്ചതൊന്നുമല്ല. വേണമെങ്കിൽ ഇനിയും എനിക്ക് സംഘടിപ്പിക്കാൻ പറ്റും, പറഞ്ഞാ മതി. വേണ്ട, അത്രയും രൂപ ഉണ്ടാക്കാൻ ഞാൻ മതി. അച്ഛന് സുഖമില്ല. ഈ അവസ്ഥയിൽ മേലനങ്ങി ഒന്നും ചെയ്യരുത്. അറിയാം, അന്യരോട് വാങ്ങാം. സ്വന്തം മക്കളോട് കാശ് വാങ്ങിക്കുന്ന ഏർപ്പാട് ഞാൻ നിർത്തി. പെട്ടെന്നൊരു ദിവസം നീയും ചോദിക്കലടാ, എന്റെ കാശ് എവിടെയെന്ന്. ഞാൻ വേണ്ട, മൂത്തവൻ എന്റെ ശത്രുവായി. പൈസയുടെ പേര് നീയും എന്നെ വെറുക്കുന്നത് എനിക്ക് വിഷമമുള്ള കാര്യം മോനെ. ഇതെന്താ ടിന്നുകളൊക്കെ എടുത്ത് വെച്ച് കളിക്കുന്നത്? ചെലവ് അങ്ങോട്ടൊന്ന് ചുരുക്കാന്ന് വിചാരിച്ചാൽ. എടി, ഇത്രയും ടിന്നും നമ്മുടെ മോൻ കഴിച്ചാണോ? ആണോടാ? നീയും ഇടയ്ക്കെടുത്ത് തട്ടുന്നുണ്ട്, അത് തന്നെ കാര്യം. ഉം. ഗീതേ, ഉം. നമ്മുടെ നമ്മുടെ വരവും ചെലവും ഒരു കണക്കിനും അങ്ങോട്ട് ഒത്തു പോകുന്നില്ല. ആ കഴിഞ്ഞ മാസത്തെ ശമ്പളത്തിൽ ഒറ്റ പൈസ ബാക്കിയില്ല. ഇതിങ്ങനെ പോയി എവിടെ ചെന്നെത്തും? ഒരു വീടായാലും അങ്ങനെയൊക്കെ തന്നെയാ. പുസ്തകത്തിലെ പോലെ അല്ലല്ലോ ജീവിതത്തിലെ കണക്ക്. എടി, പഞ്ചാര എടുത്തിട്ട് കൊട്ടാതെ ഒറ്റ പൈസ കൈ നിൽക്കുന്നില്ലെന്ന്. ആ, ഒരു കാര്യം ചെയ്യാം, അടുത്ത മാസം പോലെ ഞാൻ കിട്ടുന്ന ആഴ്ച നിന്നെ അങ്ങ് ഏൽപ്പിക്കാം. നീ എങ്ങനെങ്കിലുമൊക്കെ നോക്കി അങ്ങ് നടത്ത്. ഇതിപ്പം മനസ്സിലുണ്ടായിരുന്ന സമാധാനവും പോയി. എല്ലാവരും ഒന്നിച്ചിരുന്ന കാലത്ത് സമാധാനം ഉണ്ടായിരുന്നു അല്ലേ? ആ, അന്ന് അമ്മയെ 1000 രൂപ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉത്തരവാദിത്വം തീർന്നല്ലോ. സ്നേഹത്തിനേക്കാളും ബന്ധത്തിനേക്കാളും പണമാ വലുതെന്ന് കരുതിയ അങ്ങനെ പലതും അനുഭവിക്കേണ്ടി വരും. നീ ഇത് പലതവണയായി പറയുന്നത് കേട്ടോ. മനസ്സിന് സ്വസ്ഥത നഷ്ടപ്പെട്ടിരിക്കുമ്പോഴാ അവളുടെ ഒരു ഗീതോപദേശം. ഉണ്ണേട്ടനൊരു വിചാരമുണ്ട്, ഉണ്ണേട്ടൻ പറയുന്നതും പ്രവർത്തിക്കുന്നതും മാത്രമാണ് ശരിയെന്ന്. ഇപ്പൊ മനസ്സിലായി തുടങ്ങിയില്ലേ? ദേഷ്യപ്പെടണ്ട. കുടുംബ ബന്ധങ്ങൾക്ക് വിലയിടാൻ പറ്റില്ല ഉണ്ണേട്ടാ. ദേ, നമ്മുടെ മോൻ വളർന്നു വലുതായി നമ്മളോട് തന്നെ കണക്ക് പറയാൻ വന്നാ എങ്ങനെ സഹിക്കും? ഉണ്ണേട്ടൻ മറ്റുള്ളവരുടെ മനസ്സ് കാണാൻ ശ്രമിക്കാറില്ല. അതിന് വേറെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നീയെങ്കിലും എന്നെ മനസ്സിലാക്കാത്തത്. എൻ്റെ അച്ഛനും അമ്മയും എന്നെ കുറ്റം പറഞ്ഞോട്ടെ, സഹിക്കാം. പക്ഷെ നീ അത് പറയരുത്. മറ്റുള്ളവരുടെ മനസ്സ് കാണാൻ ഞാൻ ശ്രമിച്ചിട്ടില്ലെന്ന് നീ പറഞ്ഞു. എൻ്റെ മനസ്സ് കാണാൻ നീ ശ്രമിച്ചിട്ടുണ്ട്. ഞാനൊരിക്കലും എനിക്ക് വേണ്ടി മാത്രം ജീവിച്ചിട്ടില്ല. ഞാനൊരു സിനിമ കാണാറില്ല, പുറത്തുനിന്നൊരു ചായ കുടിക്കാറില്ല.
എടി പാന്റ് ഷർട്ട് എനിക്ക് ആഗ്രഹമായിട്ടല്ല. ഞാനിടുന്ന ഈ തുണിക്ക് മീത്ത 20 രൂപയാ. എന്തിനാ? ആർക്കു വേണ്ടിയാ? ഞാൻ അല്പം ബുദ്ധിമുട്ടിയാലും നാളെ നിങ്ങൾ വിഷമിക്കാതിരിക്കാം. എനിക്ക് മനസ്സിലാകുന്നില്ല പോലും. തെറ്റു പറ്റിയിട്ടുണ്ട്. പലരെയും വേദനിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും വേണോന്ന് വെച്ചിട്ടല്ലായിരുന്നു. അമ്മണി, ഉണ്ണിയെ വിളിക്ക. ദാ 25,000 രൂപ അതിന്റെ പലിശയുണ്ട്. സംശയം ഉണ്ടോ എണ്ണി നോക്കാം. എനിക്ക് കാശ് വേണ്ട അച്ഛാ. എനിക്ക് ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. അച്ഛൻ കഴിഞ്ഞെല്ലാം മറക്കണം. അതൊന്നും എനിക്കറിയണ്ട. എന്റെ വാക്ക് ഞാൻ പാലിച്ചു. ഇനി നിന്റെ വാക്ക് നീ പാലിക്കണം. പോകുമ്പോ നിന്റേതായിട്ടുള്ള എല്ലാം ഇവിടുന്ന് കൊണ്ടുപോവാം. നിന്റേതല്ലാത്തത് ഒന്നും ഇവിടുന്ന് എടുക്കാൻ പാടില്ല. നിന്റെ ചേട്ടൻ ഇന്ന് ഈ വീട് ഒഴിയാണ്. അവൻ പോയതിന് ശേഷം എന്നെ വിളിച്ചാൽ മതി. നീ മോനെ ഇങ്ങത്താ. എല്ലാം അറിയാവുന്ന ആളാണെന്ന് കരുതിയിട്ടാ ഞാൻ ഇത്ര നാളും ഒന്നും മിണ്ടാണ്ടിരുന്നത്. മക്കളെക്കാൾ ചെറിയ മനസ്സാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അവൻ അന്യനൊന്നും അല്ലല്ലോ, നമ്മുടെ മോനല്ലേ. അവനായിട്ട് ഒന്ന് മാപ്പ് പറഞ്ഞിട്ടും നിങ്ങളുടെ വാശി മാറിയില്ല. ആരോട്? നമ്മൾ ഓമനിച്ച് വളർത്തിയ നമ്മുടെ മോനോട്. നിങ്ങൾ പറഞ്ഞില്ലേ അവൻ്റെതായിട്ടുള്ളതെല്ലാം എടുത്തോണ്ട് പോകാം, അല്ലാത്ത ഒന്നും എടുക്കരുതെന്ന്. ദാ ഇത് ആർക്ക് അവകാശപ്പെട്ടതാ? അവനോ നമുക്കോ? അവന്റെ കുഞ്ഞാണിത്. പക്ഷെ നമ്മുടെ പേരക്കുട്ടിയാ. നമ്മളെ മുത്തശ്ശിന്ന് ആദ്യം വിളിക്കേണ്ടത് ഇവനാ. ഇവന്റെ മുഖത്തൊന്ന് നോക്കിയതിന് ശേഷം തീരുമാനിക്കൂ ഉണ്ണി ഇവിടുന്ന് പോണോ വേണ്ടെന്ന്.